ഇപ്പോൾ നിയമസഭയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ നിഷ്പക്ഷമതിയായി പ്രവർത്തിച്ച കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന ബഹുമാന്യനായ RV തോമസ് സാറിൻ്റെ അനുസ്മരണത്തോടു കൂടിയാണ് ഞാൻ ഈ സഭയിൽ വന്നെത്തിയത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ പശ്ചാത്തലമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായി യത്നം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാധാകൃഷ്ണന്റെ മറുപടി പ്രസംഗമാണ് കേട്ടത്. എല്ലാ അംഗങ്ങളോടും അദ്ദേഹം സഹകരണം അഭ്യർത്ഥിച്ചു. നടപടിക്രമങ്ങൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സ്പീക്കറായി ചെയറിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. അതിനാൽ കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങൾ 2(1) അനുസരിച്ച് പ്രസ്തുത പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയനെ ഈ സഭയിലെ പ്രതിപക്ഷ നേതാവായി ഞാൻ അംഗീകരിക്കുന്നു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും 2026 മെയ് 29 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും നമ്മളുടെ ഈ ക്യാൻറ്റീനിന് തൊട്ടടുത്ത് ഒരു ചെറിയ ചായ സൽക്കാരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മെയ് 29 ചേരുന്നതിനായി നിയമസഭ പിരിയുന്നു. മെയ് 29 വീണ്ടും സഭ സമ്മേളിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം സ്പീക്കറെ തെരഞ്ഞെടുത്തതിനു ശേഷം നിയമസഭ മെയ് 29 വരെ പിരിഞ്ഞിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം MLA 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 101 അംഗങ്ങളുടെ വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. AC മൊയ്തീന് 35 വോട്ടും BB ഗോപകുമാറിന് 3 വോട്ടും. എവിടെയും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായി കേരള നിയമസഭയിൽ BJP സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. 3 വോട്ട്. 3 നിയമസഭാ സാമാജികർ ആ പാർട്ടിക്ക് ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു സഭാ അംഗമുണ്ടായത് 2016 ആണ്. 14ാം കേരള നിയമസഭയിലാണ്. അന്ന് O രാജഗോപാൽ ആയിരുന്നു BJPയുടെ ഏക അംഗം. അദ്ദേഹം അന്ന് P ശ്രീരാമകൃഷ്ണനാണ് വോട്ട് ചെയ്തത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ അംഗീകരിച്ചു. അതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. അങ്ങനെ കേരള നിയമസഭയുടെ 16ാം കേരള നിയമസഭയുടെ ആദ്യത്തെ സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സ്പീക്കറെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, പ്രഗത്ഭനായ നിയമസഭാ സാമാജികനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ട് നേടിക്കൊണ്ട് നിയമസഭാ സ്പീക്കറായിരിക്കുകയാണ്. വരുന്ന 5 വർഷം അദ്ദേഹമായിരിക്കും സഭാനാഥൻ. എന്തൊക്കെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ, കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 23ാമത് സ്പീക്കർ. ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 23. സ്പീക്കർ സ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ വക്കം, അതോടൊപ്പം തന്നെ വക്കം പുരുഷോത്തമനും തേറമ്പിൽ രാമകൃഷ്ണനും 2 തവണ വീതം സ്പീക്കറായിട്ടുണ്ട്. ആ കണക്ക് പരിശോധിച്ചാൽ 25ാമത് സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് സ്പീക്കറെ ഡൈസിലേക്ക് ആനയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ 139. പ്രോട്ടേം സ്പീക്കറായിരുന്ന G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്ന് സഭയെ അറിയിച്ചിരുന്നു. ആ 139 വോട്ടുകളിൽ UDFിൻ്റെ ആകെയുള്ള 102 വോട്ടുകളിൽ 101 വോട്ടുകൾ, G സുധാകരൻ്റെ ഒഴികെയുള്ള 101 വോട്ടുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലഭിച്ചു. 35 വോട്ടുകളാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയ AC മൊയ്തീൻ ലഭിച്ചത്. 3 അംഗങ്ങളുടെ പിന്തുണ V മുരളീധരൻ്റെയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും മത്സരിച്ച BB ഗോപകുമാറിൻ്റെയും ഉൾപ്പെടെ 3 വോട്ടുകളാണ് BB ഗോപകുമാറിന് ലഭിച്ചത്. NDAയുടെ സ്ഥാനാർത്ഥി ഗോപകുമാറിന് ലഭിച്ചത്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തിരുവഞ്ചൂരിൻ്റെ പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ സഭയിലെ പരിചയവുമെല്ലാം സ്പീക്കറായുള്ള പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും എല്ലാം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സഭയിൽ ഏറ്റവും കൂടുതൽ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു പ്രതിനിധിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്ന തിരുവഞ്ചൂർ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആ പ്രവർത്തന പരിചയം സഭയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും സഭാ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനിയിപ്പോൾ സഭ ചേരുന്നത് 29ാം തീയതിയാണ്. 29ാം തീയതി സഭ ചേർന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. പിന്നീട് വീണ്ടും സഭ പിരിഞ്ഞ് 2ാം തീയതിയാണ് വീണ്ടും സമ്മേളിക്കുന്നത്. അന്നായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. UDF ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാനെ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യമായ വെല്ലുവിളികളില്ലാതെ തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടും. ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കൂടി അടയാളപ്പെടുത്താം. ആദ്യമായാണ് 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുന്നത്. പേര് മത്സരിക്കാൻ ഒരാളും അതോടൊപ്പം തന്നെ പേര് നിർദ്ദേശിക്കാൻ ഒരാളും അതിനെ പിന്തുണയ്ക്കാൻ ഒരാളും, അങ്ങനെ 3 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ
സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാൾക്ക് മത്സരിക്കാൻ കഴിയൂ. ഇത്തവണ BJPക്ക് അങ്ങനെ 3 അംഗങ്ങൾ സഭയിലുണ്ടായി. അതിനാൽ BJP കൂടി NDA കൂടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തിറങ്ങുകയായിരുന്നു. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മറുപടി പ്രസംഗവും പൂർത്തിയായി. സഭാ സമ്മേളനം പിരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ചായ സൽക്കാരമുണ്ട് എന്ന് പറഞ്ഞാണ് തിരുവഞ്ചൂർ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ചായ സൽക്കാരത്തിനായി നിയമസഭാ അംഗങ്ങൾ നിയമസഭാ ക്യാൻറ്റീൻ്റെ പരിസരത്തേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സ്പീക്കറുടെ ഓഫീസിലെത്തി തിരുവഞ്ചൂർ ചുമതല ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് മുന്നിലായുള്ള പ്രതിമകളുണ്ട്, മഹാത്മാഗാന്ധി അടക്കമുള്ളവരുടെ പ്രതിമകൾ. അവിടെ എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും പിന്നീട് ഔദ്യോഗിക വസതിയിലേക്ക് പോകുക. തീർച്ചയായിട്ടും. എന്തായാലും 16ാം കേരള നിയമസഭ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുമതലയേൽക്കലിന് ശേഷം നിയമസഭ പിരിഞ്ഞിരിക്കുകയാണ്.